എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 2 4 BHK വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ടച്ചോട്ടാവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറി ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത്, ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു 2 വീട് നമുക്ക് കൊടുക്കാനുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചെയ്യുന്നത് വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. വടക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിൽ അഡീഷണൽ വർക്ക് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്കും എല്ലാം തന്നെ വരുന്നുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലൈഡിങ് ഗേറ്റും നമ്മുടെ നോർമൽ ഹോൾഡിങ് ഗേറ്റുമാണ് വരുന്നത്. മുറ്റത്താണ് കിണർ വരുന്നത്. മുറ്റത്ത് 2 സൈഡും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിലെ വുഡ് വന്നിട്ട് നമുക്ക് തേക്കാണ്. ക്ലിയർ പോളിഷും വരുന്നുണ്ട്. വീട്ടിലൊരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്. നമ്മുടെ ഓപ്പൺ കാർ പോർച്ചും വരുന്നുണ്ട്. വീട്ടിൻ്റെ കാർ പോർച്ചിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. 3 ചുറ്റും നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നമുക്ക് 2 കളർ കോമ്പിനേഷനിലാണ് നമുക്ക് പെയിൻറ്റിങ് വരുന്നത്. വീട്ടിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക്, ഫ്രണ്ടിൽ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. വലിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ പാനൽ വർക്ക് ചെയ്യുന്ന തേക്കാണ്. ക്ലിയർ പോളിഷൻ വരുന്ന സീലിങ്ങിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് ഈ വീട് മാത്രമല്ല, നമുക്ക് വേറെ 3 വീടും കൂടെ കൊടുക്കാനുണ്ട്. എല്ലാം 83 ലക്ഷം രൂപയുടെ അകത്ത് വരുന്ന വീടാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വില്ല കാണാൻ വരുന്നവർക്ക് ഈ വില്ലയ്ക്കകത്തുള്ള ബാക്കിയുള്ള വീടും കാണാൻ പറ്റും. നമുക്കിപ്പോൾ പെരികാവ് വലിയൊരു വില്ല പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അവിടെയും കുറച്ച് വീട് കൊടുക്കാനുണ്ട്. നമുക്ക് വേറെ 2 വില്ല പ്രോജക്റ്റിൻ്റെ അകത്ത് കുറച്ച് വീട് കൊടുക്കാനുണ്ട്. ഈ വീട്ടിൽ നിന്നും മെയിൻ റോഡ് വരെ പോകാൻ 200 മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ബസ് റൂട്ടാണ്. എല്ലാ റൂട്ടിലോട്ടുള്ള ബസ്സും കിട്ടുന്നതാണ്. ഈ വീടിരിക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഈ വില്ലക്കകത്തുള്ള ഏകദേശപ്പെട്ട വീടൊക്കെ സോൾഡ് ആയിട്ടുണ്ട്. എല്ലാ വീട്ടിലും തന്നെ ആൾ താമസവും വരുന്നുണ്ട്. റോഡ് വന്നിട്ട് നമുക്ക് 4 മീറ്റർ വരെ റോഡ് വരുന്നുണ്ട്. ഫുൾ ടാർഡാണ്. മെയിൻ റോഡിൽ നിന്ന് വീട് വരെ നമുക്ക് റോഡ് ടാർഡാണ്. ഈ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ വരുന്നുണ്ട്, പമ്പ് വരുന്നുണ്ട്, മാർജിൻ ഫ്രീ വരുന്നുണ്ട്, മാർക്കറ്റ് വരുന്നുണ്ട്. വില്ലയ്ക്കകത്ത് ഫിഷ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും പാലായിരുന്നാലും പത്രമായിരുന്നാലും എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ഹരിതസേനയിൽ നിന്നും നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ പ്ലാസ്റ്റിക് എടുക്കാൻ ആൾ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എടുക്കാനും ആൾ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് സിംഗിൾ പാളിയിലെ 2 ഡോറാണ് വരുന്നത്. ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുണ്ട് ഡോറിൽ. ഹാളും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ലിവിങ് ഏരിയയും ഡൈനിങ് സെക്ഷനും നമുക്ക് വലിയ ലിവിങ് ഏരിയയും ഡൈനിങ് സെക്ഷനാണ് ഇവിടെ വരുന്നത്. 4 സീലിംഗ് ഹാളിൽ ഫുള്ളായിട്ട് നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിക്കുന്ന നല്ല ലൈറ്റ് കളറാണ് നമുക്ക് അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ്. TV യൂണിറ്റും അകത്തെ കബോർഡുകളെല്ലാം തന്നെ നമുക്ക് തടിയിൽ വുഡിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. മാറ്റ് പോളിഷാണ് വരുന്നത്. അകത്ത് ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. വീട്ടിൽ വയറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന വീഗഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് പോളി ക്യാബിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. ഇവിടെ നമുക്ക് 4 2 വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസി വർക്ക് ചെയ്യാനുണ്ട്. ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണിലോട്ട് പോകുന്നിടത്ത് നമുക്ക് വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാം നമുക്ക് നമുക്ക് വുഡിലാണ് ഈ കബോർഡ് വർക്ക് ഫുള്ളും ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ വരെ നമുക്ക് വുഡിലാണ് വരുന്നത്. നമ്മുടെ സ്റ്റെയർ എല്ലാം ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഈ സെൻറ്റർ ചെവിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് റൂമാണ്. റൂമിലോട്ട് പോകുന്നിടത്താണ് നമുക്ക് വാഷ് ബേസിൻ വന്നിട്ട് വാഷ് ബേസിൻ ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വുഡിലാണ്. ഫിറ്റിങ്സ് വരുന്ന ജാഗുറാണ്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിൽ നിന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂം, നമ്മുടെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമോടിയ ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ബെഡ്റൂമുകളിലെല്ലാം തന്നെ 4 പാളിയുടെ വുഡിൽ നിർമ്മിച്ച കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14 13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. കബോർഡിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ബെഡ്റൂമിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു മേക്കപ്പ് സെറ്റ് വയ്ക്കാൻ വേണ്ടി
ഒരു പോർഷൻ വരുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മിററും വരുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയ വാഷ്റൂമാണ് വരുന്നത്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഒരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലോട്ട് പോകുന്നിടത്ത് നമുക്ക് വലിയ രീതിയിൽ തന്നെ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. വുഡിൽ ഫുൾ വുഡാണ്. ഇതിൽ 2 ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കിച്ചണും വരുന്നുണ്ട്. നമുക്ക് വർക്ക് ഏരിയ, കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിലെ ടൈലെല്ലാം വന്നിട്ട് മാറ്റ് ടൈൽ, നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. 4x2 ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. കബോർഡ് വർക്ക് വന്നിട്ട് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫുൾ വുഡിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഫിറ്റിങ്സിന്, കിച്ചണിലെ ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമുക്ക് മിക്സി, ഈ പോയിന്റിൽ നമുക്കൊരു മിക്സി വെക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കും വരുന്നുണ്ട്. ഈ പോയിന്റിലാണ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ വന്നിട്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാക്ക് സൈഡിലാണ് നനകല്ല് വരുന്നത്. നമുക്ക് ബാക്ക് സൈഡിലെല്ലാം തന്നെ നമുക്ക് ടൈല്, നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ വീടാണ് ഇത്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയർ ഫുള്ളും ചെയ്തിരിക്കുന്നത് നമുക്ക് തടിയിലാണ്. ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. കയറിപ്പോകുന്ന സെൻറ്റർ ചെവിലിൽ വലിയൊരു ടെസ്റ്റർ വർക്കും വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാള് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വരുന്നുണ്ട്. 4 സീലിംഗ് വരുന്നുണ്ട്. 4 സീലിംഗ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്കിപ്പോൾ അപ്പോസി വർക്ക് നടക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x14 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ അപ്പോസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അപ്പോസ് വർക്ക്, മേളത്തെ നിലയിൽ അപ്പോസ് വർക്ക് നടക്കുകയാണ്. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് വെച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം വന്നിട്ട് നല്ല ക്വാളിറ്റി ഡോറാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. മേക്കപ്പ് സെറ്റിന് ചെറിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. 4 സീലിംഗും വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂമിലും AC പോയിന്റ് വരുന്നുണ്ട്. 4 വാഷ്റൂമിലും ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇവിടെ മേക്കപ്പ് സെറ്റ് വയ്ക്കാൻ വേണ്ടി ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയ വാഷ്റൂമാണ്. ഫിറ്റിങ്സിൽ വന്നിട്ട് നമുക്ക് സെറയാണ് വരുന്നത്. ഹാളിൽ നിന്നും അടുത്തിട്ട് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. കബോർഡൊക്കെ വന്നിട്ട് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫുൾ വുഡാണ് വരുന്നത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെറയാണ്. വലിയ വാഷ്റൂമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും 200 മീറ്റർ മാറി തന്നെ നമുക്ക് അടുത്ത കടയും മാർജിൻ ഫ്രീ എല്ലാം തന്നെ വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. വലിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ പാനൽ വർക്ക് ചെയ്തിരിക്കുന്ന ഫുൾ വുഡാണ്. നമുക്ക് തേക്കാണ്. ഇത് ക്ലിയർ പോളിഷ് വരുന്നുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഹാൻഡിൽ വർക്ക് സ്റ്റീൽ ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടവും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാറി ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഇവിടെയുള്ള ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾ താമസവും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് 200 മീറ്റർ മാറി നമുക്ക് കടയായിരുന്നാലും മാർജിൻ ഫ്രീ ആയിരുന്നാലും മാർക്കറ്റ് എന്നെല്ലാം തന്നെ വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ വരുന്നുണ്ട്, പമ്പ് വരുന്നുണ്ട്, മാർജിൻ ഫ്രീ മാർക്കറ്റ് എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വില്ലക്കകത്ത് പാലായിരുന്നാലും പച്ചക്കറി ആയിരുന്നാലും ഫിഷ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും പത്രമായിരുന്നാലും എല്ലാം തന്നെ നമുക്കിവിടെ കൊണ്ടുവരുന്നുണ്ട്. വില്ലക്കകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ആഴ്ചയിലൊരിക്കൽ ഹരിതസേനയിൽ നിന്നും ആൾ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എടുക്കാനും ആൾ വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്
75 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 11 കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രം നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും എയർപോർട്ട് നമുക്ക് 15 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചുറ്റുള്ളത്. വുഡൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തേക്കും പ്ലാവുമാണ് വരുന്നത്. വീടിരിക്കുന്ന കര ഭൂമിയിലാണ്. റോഡ് വന്നിട്ട് നമുക്ക് 4 മീറ്റർ ടാറിഡാണ്. 2 കാർ വരെ സുഖമായിട്ട് പോകാൻ പറ്റിയ റോഡിൻ്റെ വീതിയാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവും തേക്കുമാണ് വരുന്നത്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയുടെ അകത്താണ്. ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വില്ലക്കകത്ത് ഈ വീടല്ലാതെ വേറെയും കുറച്ച് വീട് നമുക്ക് കൊടുക്കാനുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത എന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടണം. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത എന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടണം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.